ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ചമ്മന്തിയാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റം തന്നെയാണ്. ആദ്യം തന്നെ മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ആയി വരുമ്പോഴേക്കും നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു വലിയ സവാളയുടെ 1/4 ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. അപ്പോൾ ചമ്മന്തി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മുട്ട ഹാഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു മഞ്ഞ ഭാഗം മാത്രം നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ആ ഒരു മഞ്ഞക്കരു നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചമ്മന്തിയിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഉടച്ച് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാനുള്ള മാവ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. കടലപ്പൊടി എടുക്കുന്ന അതേ അളവിൽ തന്നെ നമ്മൾ മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മാവിൻ്റെ പരുവം, അതായത് ഈ ഒരു പരുവത്തിൽ വേണം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ ആ ഒരു വെള്ളയിലേക്ക് ചമ്മന്തി നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിലേക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. ഒരു സൈഡ് ആയി വന്നതിന് ശേഷം രണ്ടാമത്തെ സൈഡും കൂടി തിരിച്ചും കൂടി പൊരിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.